ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിന്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രൊഫഷണലിസം എന്നുള്ളത്, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വാളിറ്റീസ്, ഒരു നല്ലൊരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട, ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ട്രേറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതുപോലെ ബിസിനസ്സിൽ ഈ പ്രൊഫഷണലിസം എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 4 ടോപ്പിക്കാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ സ്കിൽസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ബിസിനസ് സക്സസ്, പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ, ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഈ 4 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, പ്രൊഫഷണൽ സ്കിൽസ്. ഏതൊരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു പെർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. ആ പെർട്ടിക്കുലർ പ്രൊഫഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, ഒരു പെർട്ടിക്കുലർ നോളജ് ആവശ്യമുള്ള ഒരു ഫീൽഡിനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓക്യുപ്പേഷനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നമ്മൾ ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ, പെർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ്, അതായത് നമ്മളൊരു എംപ്ലോയി പ്രൊഫഷണൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഏതൊരു ഇൻഡിവിജ്വലിനും അയാളുടെ പേഴ്സണൽ ലൈഫിലും അയാളുടെ പ്രൊഫഷണൽ ലൈഫിലും എല്ലാം അല്ലെ, നമ്മളൊരു ജോബ് ചെയ്യുന്ന സമയത്താണെന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലായിക്കോട്ടെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ് അല്ലെ. രണ്ട് ആളുകൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അത്തരത്തിൽ ആ ഷെയറിംഗ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. സോ ഒരു പ്രൊഫഷണലിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അയാൾക്കുണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്, പ്രൊഫഷണൽ സ്കില്ലാണ് ബിസിനസ് സ്കില്ല് എന്ന് പറയുന്നത്. സോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ, 5 സ്കില്ലുകൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫഷണലിന്, ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് എബിലിറ്റി ടു സ്പീക്ക്, സംസാരിക്കാനുള്ള കഴിവ്. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ, ആ മീനിങ്ങോട് കൂടി തന്നെ അത് മറ്റൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ, മറ്റൊരാളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനുള്ള സ്കില്ലാണ് ഫസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. സോ നല്ലൊരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കണം? നല്ല വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ചില കാര്യങ്ങൾ നമുക്ക് വെർബലായിട്ട്, നമുക്ക് സംസാരത്തിലൂടെ മാത്രം നമുക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. നമുക്കത് ബോഡി ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടും, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും, നമുക്കത് ഷെയർ ചെയ്യാനും സാധിക്കും. സോ ആ രീതിയിൽ നല്ലൊരു ബോഡി ലാംഗ്വേജും, അതുപോലെ തന്നെ നല്ലൊരു ഫേഷ്യൽ എക്സ്പ്രഷൻസും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒരു നല്ല പ്രൊഫഷണലിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. ആ ഇൻഫർമേഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലിസണിങ് സ്കില്ല്, എബിലിറ്റി ടു ലിസൺ. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, മറ്റുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള എബിലിറ്റി നമുക്ക് വേണം അല്ലെ. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മോട് സുപ്പീരിയേഴ്സ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും ഇൻസ്ട്രക്ഷൻസും നൽകുന്നു. അത് ആ സുപ്പീരിയർ പറയുന്ന അതേ മീനിങ്ങോട് കൂടിയിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ ലിസണിങ് സ്കില്ല് എന്ന് പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള ലിസണിങ് സ്കില്ല് നമുക്ക് ആവശ്യമാണ് ഒരു നല്ലൊരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പലതും റിട്ടൺ ഫോർമാറ്റ് നൽകേണ്ടി വരും, ലെറ്റേഴ്സ് ആയിട്ട് നൽകേണ്ടി വരും. അതുപോലെ തന്നെ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, മറ്റു ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള റിട്ടൺ ഡോക്യുമെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ, റിട്ടൺ ലെറ്റേഴ്സും അതുപോലുള്ള റിട്ടൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിട്ടൺ ഫോർമാറ്റിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ 5ാമത്തെ സ്കില്ലാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ റിപ്പോർട്ട്സുകൾ പലപ്പോഴും നമ്മൾ ഗ്രാഫുകളായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും.
അല്ലെ, നമ്മളൊരു ഡയഗ്രാംസ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും, ചാർട്ടുകളായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ചാർട്ടുകളെയും നമുക്ക് കിട്ടുന്ന ടേബിൾസിനെയും അതുപോലെയുള്ള വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനുമുള്ള സ്കില്ല് നമുക്ക് ആവശ്യമാണ്. ഈ 5 സ്കില്ലുകളാണ് പ്രധാനമായിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഫഷണൽ ഉണ്ടായിരിക്കേണ്ടത്. സോ പറഞ്ഞു വന്നത്, ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സ്കിൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 5 സ്കില്ലുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓറൽ കമ്മ്യൂണിക്കേഷന്, റിട്ടൺ കമ്മ്യൂണിക്കേഷന്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഈ 5 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ ആണെന്ന് പറയാൻ കഴിയും. നെക്സ്റ്റ് രണ്ടാമത്തെ സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പെർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒക്യുപേഷണൽ ഗ്രൂപ്പിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. മാനേജേഴ്സിനെ നമ്മൾ പ്രൊഫഷണൽസ് ആണ് പറയാറുണ്ട്, അല്ലെ? സയന്റിസ്റ്റുകൾ നമ്മൾ പ്രൊഫഷണൽസ് ആണെന്ന് പറയും. അതുപോലെ ഡോക്ടേഴ്സിന് നമ്മൾ പ്രൊഫഷണൽസ് ആണെന്ന് പറയും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് നമ്മൾ പ്രൊഫഷണൽസ് ആണെന്ന് പറയും. ഒരു പെർട്ടിക്കുലർ നോളജ് ആവശ്യമുള്ള അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ വരുന്ന ആളുകളെയാണ് സാധാരണ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? അവരൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസിലൂടെ, നമ്മൾ എല്ലാവരും ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു കമ്പനിയുടെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? പ്രധാനമായിട്ടും മാനേജറാണ്, അല്ലെ? അതുകൊണ്ട് ആ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്, അല്ലെ? എപ്പോഴാണ് ഡിസിഷൻ എടുക്കേണ്ടി വരിക? ഒന്നിൽ കൂടുതൽ ചോയ്സസ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ്. ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ ചോയ്സസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ട്. സോ ഏതാണ് ബെറ്റർ സൊല്യൂഷൻ? ഏത് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലാണ് കമ്പനിക്കും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനും എല്ലാവർക്കും സൊസൈറ്റിക്കും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത്? അത്തരത്തിലുള്ള ബെറ്റർ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുകളാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷനും അല്ല ഏതൊരു ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസിലൂടെയാണ് കടന്നു പോകുന്നത്. പല ആളുകളും പ്രോബ്ലംസ് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു വർക്കും ചെയ്യാതിരിക്കും, അല്ലെ? നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരാൻ ചില ആളുകൾക്ക് പേടിയായിരിക്കും, ചില മാനേജേഴ്സിന് പേടിയായിരിക്കും. എന്തുകൊണ്ട്? അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ള ഭയം. ആ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ ആ പ്രോബ്ലത്തെ എന്ത് ചെയ്യണം? നല്ല സൊല്യൂഷൻസ് എടുത്തുകൊണ്ട് ആ പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും, അല്ലെ? നല്ല സൊല്യൂഷൻസിലൂടെ നമുക്ക് പ്രോബ്ലം ഓവർകം ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉള്ള ആളുകളായിരിക്കണം ആര്? പ്രൊഫഷണൽസ് എന്ന് പറയും. അതാണ് മൂന്നാമത്തെ സ്കില്ലായിട്ട് പറയും. ദെൻ ഫോർത്ത് വൺ ലീഡർഷിപ്പ് സ്കില്ലാണ്. നമുക്കറിയാം, ലീഡേഴ്സ് ആണ് ഏതൊരു ഓർഗനൈസേഷനെയും ലീഡ് ചെയ്തുകൊണ്ട്, അതായത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തില് നമുക്കറിയാം, മാനേജേഴ്സിന് ലീഡേഴ്സിന്റെ സ്കില്ല് വേണം, ലീഡർഷിപ്പ് സ്കില്ല് വേണം. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിന്റെ ടീം മെമ്പർ ആണ് അല്ലെങ്കിൽ ടീം ലീഡർ ആകുമ്പോൾ ലീഡർഷിപ്പ് സ്കില്ല് വേണം. അതായത് നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സബോർഡിനേറ്റ്സിനെ എല്ലാം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ കറക്റ്റ് ടൈമിൽ അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്കില്ല്, അത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്കിൽ ആർക്ക് ആവശ്യമാണ്? ഒരു പ്രൊഫഷണൽ ആവശ്യമാണ്. കാരണം പ്രൊഫഷണൽസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹത്തിന് സെൽഫ് കോൺഫിഡൻസ് വേണം, അതോടൊപ്പം മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ വേണം. അപ്പൊ ആ സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവും ലീഡർഷിപ്പ് സ്കില്ലിലൂടെയാണ് വരുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. ദെൻ ഫിഫ്ത് വൺ പറയുന്നത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ്. അതായത് ഏതൊരു എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിക്കോട്ടെ, ഏതൊരാളും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും? ഒരു ടീമിലായിരിക്കാം, അല്ലെങ്കിൽ ടീമിലല്ല എങ്കിൽ പോലും അവിടെ മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇന്ററാക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഇന്റർപേഴ്സണൽ സ്കില്ല് വേണം. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള എബിലിറ്റി, ആ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അപ്പൊ പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഇന്റർപേഴ്സണൽ സ്കില്ല് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്കില്ല്. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ സിംപിളി ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട് അല്ലെങ്കിൽ അയാളുടെ ഓഫീസ് നീറ്റ് ആണോ, ക്ലീൻ ആണോ, എല്ലാം കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ട് എന്നുള്ളത്. അത് അയാളുടെ ഓഫീസിൽ പോയി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് വളരെ എന്താ പറയാ, പേപ്പേഴ്സ് ഒക്കെ ഒരു അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുക. ബുക്സ് ഉണ്ട്, പേപ്പേഴ്സ് ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, എല്ലാം അതൊരു കൃത്യമായിട്ടുള്ള ഓർഡർ ഇല്ലാതെ, അങ്ങനെ ഒരു ഓർഡറും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് അവിടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഓർഗനൈസേഷണൽ സ്കില്ല് ഇല്ല എന്നുള്ളത്. അല്ലാതെ വെറും ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യലോ മാത്രമല്ല ഓർഗനൈസിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇത് ബേസ് ആണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സുകളെ കൃത്യമായിട്ട് നമ്മുടെ പേപ്പേഴ്സിനെയും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓഫീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാം ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ട്. സോ ഇത്തരത്തില് ഇത് ബേസ് പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത്
നമുക്ക് എന്താ പറയാം, നമ്മുടെ ബിസിനസ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് ഒരു പ്രൊഫഷണലിന് ആവശ്യമാണ്. ദെൻ 7th വൺ ടൈം മാനേജ്മെന്റ് സ്കില്ലാണ്. ഇത് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ അല്ലെ, ടൈം മാനേജ്മെന്റ്. കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക, ആ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ എത്തിച്ചേരുക. അതുപോലെ തന്നെ മീറ്റിംഗ്സുകൾ കൃത്യമായിട്ട് പിന്നെ അത് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈമിൽ തന്നെ അത് വൈൻഡപ്പ് ചെയ്യുക. എല്ലാം ടൈം മാനേജ്മെന്റ് ആണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതിന്റെ ഇടയിൽ നടക്കുന്നതും റിപ്പോർട്ടിങ്ങും അല്ലെ, നമ്മളോട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു, ആ കറക്റ്റ് ടൈമിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കറക്റ്റ് ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ടൈമിൽ റിപ്പോർട്ടുകൾ കൈമാറിയിട്ടുണ്ടായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ടൈം മാനറിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് സ്കില്ല് പറയുന്നത്. സോ ടൈം മാനേജ്മെന്റ് സ്കില്ല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലംസ് ഉണ്ട് അല്ലെ, ഏതൊരാളും ഏതൊരു ഇൻഡിവിജ്വലും വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിലും എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാനുള്ള സ്കിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വർക്ക് പ്ലേസിൽ പോയാലും നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിലും നമ്മൾ ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിക്കാറുണ്ട്. ആ സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് സ്ട്രെസ്സുകൾ വരും. പക്ഷെ ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രെസ്സുകൾക്ക് അദ്ദേഹത്തിന്റെ ജോബിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ വർക്കിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. അയാൾക്കത് കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും. എത്ര പ്രതിസന്ധികൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, എത്ര പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും, എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ ഒരു പ്രൊഫഷണലിന് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് 8ാമത്തെ അതിന്റെ സ്കില്ലായിട്ട് പറയുന്നത്. ദെൻ 9th വൺ ടീം വർക്ക് ആണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുക അല്ലെ. നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഓർഗനൈസേഷൻ എന്താ, ടീമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടീം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ആ ഒരു സ്പിരിറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം, നമ്മുടെ സ്കില്ലുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, മറ്റുള്ളവരിൽ നിന്ന് ഒപ്പീനിയൻസ് നമുക്ക് നേടിയെടുക്കാം, അഡ്വൈസ് നേടിയെടുക്കാം, ഹെൽപ്പുകൾ കിട്ടും അല്ലെ, ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ടീമായിട്ട് നമുക്കറിയാം അല്ലെ, ഒത്തുചേർന്നാൽ ഒരുമിച്ച് നിന്നാൽ എന്ത് ചെയ്യും, ഏത് പ്രതിസന്ധികളെ നേരിടാം എന്നുള്ളതാണ്. ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ഇൻഡിവിജ്വലിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ടീമിലായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. മറ്റൊന്ന് പറയുന്നത് വർക്ക് എത്തിക്കാണ്. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. വർക്ക് എത്തിക്, അത് എത്തിക്കലായിട്ട് വർക്ക് ചെയ്യുക. അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് എത്തിക്സ് ഫോളോ ചെയ്യാൻ ഒരു പ്രൊഫഷണൽ സാധിച്ചിരിക്കണം അല്ലെ. അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡ്രസ് കോഡ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയണം. നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിന് യൂണിഫോം ഉണ്ട്. അപ്പൊ ആ യൂണിഫോം അവിടുത്തെ ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്, അവിടുത്തെ ഒരു പിന്നെ ഡ്രസ് കോഡാണ്. ആ കോഡ് നമ്മൾ ഫോളോ ചെയ്യാൻ, അവിടുത്തെ റൂളാണ്, ആ റൂൾ നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതനാണ്. അങ്ങനെ റൂൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് പ്രൊഫഷണൽസ് ആയിട്ട് അവിടെ മാറുന്നത്. സോ കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ഫെസിലിറ്റീസ് തന്നിട്ടുണ്ട്. ആ ഫെസിലിറ്റീസ് നമ്മൾ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുക, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അതൊരു എത്തിക്സ് ആണ് അല്ലെ. ഈ രീതിയിലുള്ള ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെയുള്ള, വലിയ പ്രോബ്ലംസ് വരെയുള്ള എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എത്തിക്സ് നമ്മൾ കോഡ് ഓഫ് എത്തിക്സോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി ആണ്. ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫ്ലെക്സിബിൾ ആയിരിക്കും. ഏത് പിന്നെ ചേഞ്ച് വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ് ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നമ്മൾ ടൈമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് ഓർഗനൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാനും അത് അഡാപ്റ്റ് ചെയ്യാനും അദ്ദേഹം തയ്യാറായിരിക്കും എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഈ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് സ്കിൽസ് ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട സ്കിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ആവശ്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, ടീം വർക്ക്, വർക്ക് എത്തിക്, ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസും ഒരുപാട് സ്കിൽസും നമുക്ക് ആവശ്യമാണ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ. ഇത്രയാണ് ഈ ഒരു പ്രൊഫഷണൽ സ്കിൽസ് എന്നുള്ള ഈ ഒരു സെഷനിൽ പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടന്റ് സോഫ്റ്റ് സ്കിൽസ് ഫോർ ബിസിനസ് സക്സസ്. നമ്മളൊരു ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഫഷണൽ സ്കിൽസുകളെ കുറിച്ചാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കില്ലുകളെ കുറിച്ചാണ്.
നമ്മൾ സ്കിൽസ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കില്ലുകളുണ്ട്. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിവ്, എബിലിറ്റി അല്ലെ, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും സ്കില്ലുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോഫ്റ്റ് സ്കിൽസ് എന്നും ഹാർഡ് സ്കിൽസ് എന്നും. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്യുന്ന വർക്കുമായി ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത സ്കിൽസുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സ്കിൽസ് ആണ്. സപ്പോസ് നമ്മളൊരു ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ്. ആ മെഷീൻ ഓൺ ആക്കാനും അത് ഓഫ് ആക്കാനും അത് പ്രവർത്തിപ്പിക്കാനും അറിയുന്ന ആ സ്കില്ല് എന്താണ്? അദ്ദേഹത്തിന്റെ ഹാർഡ് സ്കില്ലാണ്. എന്നാൽ ആ ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന സുപ്പീരിയേഴ്സിനോടും സബോർഡിനേറ്റ്സിനോടും അതുപോലെ തന്നെ പിയേഴ്സിനോടും എല്ലാവരോടും ഓർഗനൈസേഷൻസ് ക്ലയന്റ്സിനോടും ഒക്കെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ അയാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അത് അദ്ദേഹത്തിന്റെ സോഫ്റ്റ് സ്കില്ലാണ്. കാരണം ആ ജോബുമായിട്ട് അയാൾക്ക് ആ സ്കില്ല് യാതൊരു കണക്ഷനും ഇല്ല അല്ലെ. അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അയാൾക്ക് യാതൊരു കണക്ഷനും ഇല്ല. അപ്പൊ അത്തരത്തില് നമ്മുടെ ജോബുമായി കണക്ട് ചെയ്യാത്ത സ്കില്ലുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജോബുമായി കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഹാർഡ് സ്കിൽസ് എന്ന് പറയുന്നത്. ഏതായാലും ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും നമുക്ക് ആവശ്യമാണ്. ഹാർഡ് സ്കിൽസ് ഇല്ലാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യൂല, ആ ഒരു പർട്ടിക്കുലർ ജോബിൽ നമ്മൾ അസൈൻ ചെയ്യില്ല അല്ലെ. എന്നാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പല ഇന്റർവ്യൂവിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, സോഫ്റ്റ് സ്കിൽസ് നമ്മൾ നോക്കാറില്ല അല്ലെ. അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാൾ നമ്മളൊരു പോസ്റ്റിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഷീന്റെ ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു DTP ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നമ്മൾ ഒരാളെ ജോബിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാള് എത്രമാത്രം ബിഹേവിയർ ഉള്ള ആളാണ്, എത്രമാത്രം ക്വാളിറ്റീസ് ഉള്ള ആളാണ്, അയാളെ എങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാറില്ല. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും HR ചെയ്യാറുള്ള എന്താണ്, കൂടുതലായിട്ടും അദ്ദേഹത്തിന് ആ വർക്ക് ചെയ്യാൻ അറിയൂ എന്നുള്ളതാണ്. അതായത് ഹാർഡ് സ്കിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, കൂടുതൽ നോക്കാറ് അല്ലെ. എന്നാൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത്? സോഫ്റ്റ് സ്കിൽസ് ആർ ദ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഇൻഹറന്റ് സോഷ്യൽ ക്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് നീഡഡ് ഫോർ സക്സസ് ഓൺ ദി ജോബ്. നമ്മുടെ ജോലി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊരാൾക്കും ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, അതുപോലെ തന്നെ ഇൻഹറന്റ് സോഷ്യൽ ക്യൂസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്കില്ലുകൾ അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് ക്യാരക്ടറൈസ് ഹൗ എ പേഴ്സൺ ഇന്ററാക്ട് ഇൻ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, അത് അയാളുടെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ് വരിക. അയാളുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നിന്നാണ് എന്ത് ചെയ്യുക, ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നത്, ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, നമ്മുടെ ഗുണങ്ങള്, നമ്മുടെ ട്രൈറ്റ്സുകള്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വാല്യൂസ്, സോഷ്യൽ ക്യൂസ്, നമ്മുടെ ഇൻഹറന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തില് അത് നമ്മുടെ ജോബുമായിട്ട് ഒരു പക്ഷേ കണക്ഷൻ ഉണ്ടാവില്ല അല്ലെ. അത്തരത്തില് നമ്മുടെ ജോബുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ജോബിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ യാതൊരു ഇമ്പോർട്ടൻസും കൂടുതലായിട്ട് നൽകാത്ത ഒരുപാട് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളെയാണ് നമ്മള് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക് കേപ്പബിലിറ്റീസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ട് ആവശ്യമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്കത് ആ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ, അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. എന്നാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, അത് ആവശ്യം തന്നെയാണ്. പക്ഷെ അതെന്തല്ല, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിക്കോളണമെന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഹാർഡ് സ്കിൽസ് എന്നും സോഫ്റ്റ് സ്കിൽസ് എന്നും പറയുന്നത്. സോ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഒരു പ്രൊഫഷണലിസ്റ്റിന്റെ ഭാഗമായിട്ട് ബിസിനസ് സക്സസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് സോഫ്റ്റ് സ്കിൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ കോപ്പിംഗ് അണ്ടർ പ്രഷർ. ഏത് പ്രഷറിലും, ഏത് പ്രതിസന്ധിയിലും നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് വേണം. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ് വേണം എന്ന് പറഞ്ഞു. ആ കാര്യം തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രഷർ സിറ്റുവേഷനിലും, ഏത് പ്രതിസന്ധികളിലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. ഒരു അക്കൗണ്ടന്റിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത്, റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനീസും ആ രീതിയിലുള്ള ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഒരാളെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ
സിറ്റുവേഷനിലേക്ക് അയാൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇന്റർവ്യൂവർ ദേഷ്യപ്പെടുക. അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. ആ ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള ആ ഉദ്യോഗാർത്ഥി എങ്ങനെ, കാൻഡിഡേറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അത് അവിടെ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. അതായത് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഇദ്ദേഹം മാനേജ് ചെയ്തത്, അല്ലെ, ഈ രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ചില കമ്പനീസ് അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. എനിവേ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ആൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ് ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ എംപത്തി ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്. ചില സമയങ്ങളിൽ നമ്മൾ എംപതി, അല്ലെ, ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ സോഫ്റ്റ് സ്കിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ, അത് ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക, മാക്സിമം അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺനെസ് ആൻഡ് എബിലിറ്റി ടു അഡാപ്റ്റ് ചേഞ്ചസ്. നമ്മൾ ആ ഒരു ചേഞ്ച് വരുമ്പോൾ അതിനെന്ത് ചെയ്യുക, ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് നമ്മളതിനെ നേരിടുക, അതിനെ ഫേസ് ചെയ്യുക. എന്താണ് ചേഞ്ച് വരുന്നത്, അത് നമുക്ക് പോസിറ്റീവ് ആണുള്ള സാധ്യതകൾ എന്ത്, നെഗറ്റീവ് ആണെങ്കിൽ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചെയ്യലും ഒരു സോഫ്റ്റ് സ്കില്ലാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എപ്പോഴും ഗ്രോത്തിലേക്ക് നോക്കുക, അതായത് എപ്പോഴും ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതും നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും എന്താണ് ഒരു പ്രൊഫഷണലിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് ആണ്. സോ ഓർഗനൈസേഷനില് സോഫ്റ്റ് സ്കിൽസ് ആവശ്യമാണ് ഒരു പ്രൊഫഷണൽ എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ്, പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്തെന്നുള്ളത് പറഞ്ഞു, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അല്ലെ, ആളുകൾ തമ്മിലുള്ള ഇൻഫർമേഷൻസിന്റെ എക്സ്ചേഞ്ചിനെയാണ്, ഐഡിയാസിനെയും ഒപ്പീനിയൻസിന്റെ ഒക്കെ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണലിസത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Communication is the act of imparting or exchanging information with the other people. മറ്റുള്ള ആളുകളുമായിട്ട് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Any spoken or written interaction that made with co-workers and or supervisors is professional communication. അപ്പൊ എന്താണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ജോബിന്റെ ഭാഗമായിട്ട്, നമ്മുടെ സുപ്പീരിയേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ട് നമ്മൾ നടത്തുന്ന റിട്ടൺ ആയിട്ടുള്ളതോ ഓറൽ ആയിട്ടുള്ളതോ സ്പോക്കൺ ആയിട്ടുള്ളതോ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് പ്രൊഫഷണൽ ആവുന്നത്? നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട്, നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതെന്തായി, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആയി. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ പ്രധാനമായിട്ട് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് സാധാരണ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എനി ഇന്ററാക്ഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്. സംസാരിക്കുക, അല്ലെ, അപ്പൊ ഞാൻ നിങ്ങളിൽ നടത്തുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ എന്റെ ഐഡിയാസും അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ്, വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, അല്ലെ. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്, വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു മോഡാണ് പബ്ലിക് സ്പീക്കിംഗ്, അല്ലെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിച്ചിട്ട്, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിംഗ് പോലെ, അല്ലെങ്കിൽ ഫോൺ കോൾ പോലെ, ഓഡിയോ കോൾസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഐഡിയാസും നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ ഇൻഫർമേഷൻസും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു. സോ ഇതെല്ലാം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണലിസം ഉണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണലിസം നമുക്ക് ആവശ്യമാണ്. എപ്പോഴാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആവുന്നത്? ഓർഗനൈസേഷനകത്ത് ഓർഗനൈസേഷന്റെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സബോർഡിനേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ആ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വൈഡ് റീഡിംഗ് ആണ്. നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർ ആവണം, നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം വൈഡ് റീഡിംഗ് ആണ്. നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ സപ്പോസ് നിങ്ങൾ അക്കൗണ്ടിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മാനേജറാണ്, മാർക്കറ്റിംഗ് മാനേജറാണ്. സോ നമ്മൾ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാർക്കറ്റ്സുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വൈഡ് ആയിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം.
അതിനെക്കുറിച്ചുള്ള ടെക്സ്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട്, നല്ലൊരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട്, വെർബൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലെ. നമ്മൾ ഇതിനെക്കുറിച്ച്, അതായത് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, നമ്മൾ മാർക്കറ്റിംഗ് മാനേജറാണ്, അപ്പൊ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സുപ്പീരിയേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെ ചെയ്യാൻ കഴിയും. വളരെ ഓതറൈസ് ചെയ്ത ഒരു ആധികാരികമായിട്ട് അതിന് സംസാരിക്കാൻ നമുക്ക് കഴിയും. കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മൾ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട്, നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ട്, കറന്റ് സിറ്റുവേഷൻ, മാർക്കറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളതിനെ കുറിച്ചുള്ള പിന്നെ വെൽ നോൺ ആയിട്ടുള്ള ഓതേഴ്സും അതുപോലത്തെ റിസർച്ചേഴ്സും കണ്ടക്ട് ചെയ്തിട്ടുള്ള റിസർച്ചിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻസിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം അല്ലെ. അപ്പൊ നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേറ്റർ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, വൈഡ് റീഡിംഗ് ആണ്. ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിരിക്കണം. 2 പ്രിപ്പറേഷൻ ആണ്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എന്താണ് പറയാൻ പോകുന്നത് വെച്ചാല്, ആ പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, പ്രിപ്പയർ ആയിരിക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ ലിസൺ കെയർഫുള്ളി. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ട ഒരു കാര്യം എന്താണ്, ലിസണിങ് കപ്പാസിറ്റിയാണ്, ലിസണിങ് സ്കില്ലാണ്. നമുക്ക് പറയാൻ മാത്രം കഴിഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആ സ്കില്ല് മാത്രം പോരാ, ലിസണിങ് സ്കില്ല് വേണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് മനസ്സിലാക്കാനുള്ള സ്കില്ല് വേണം. ആ ലിസണിങ് സ്കില്ലും നമുക്ക് ആവശ്യമാണ്. നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലിസണിങ് സ്കില്ലുണ്ടോ, നമ്മൾ കെയർഫുൾ ആയിട്ട് മറ്റുള്ളവരുടെ പിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അത് കേൾക്കുക മീൻസ് ജസ്റ്റ് കേൾക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്, വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് അല്ലെ. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ അവരുടെ ബോഡി ലാംഗ്വേജസ് എന്ത് ചെയ്യാറുണ്ട്, അവർ മെയിൻറ്റെയിൻ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് അല്ലെ. അതെന്താണ്, ആ ബോഡി ലാംഗ്വേജസിലൂടെയാണ് അവർക്ക് അവരുടെ പ്രൊഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും അല്ലെ. അത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജസ് നമുക്ക് ആവശ്യമാണ് അല്ലെ. പബ്ലിക് സ്പീക്കേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വെൽ നോൺ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത്, പ്രാസംഗികർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ ഒരു എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻസും ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മള് നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നല്ല ബോഡി ലാംഗ്വേജ് ആവശ്യം. നെക്സ്റ്റ് പറയുന്നത്, തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്ടീവ്. ലിസണേഴ്സിന്റെ പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ട്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കണം. അതായത് നിങ്ങൾ ഇതെങ്ങനെയായിരിക്കും മനസ്സിലാക്കി എടുക്കുക, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആ വ്യൂവില്, അതായത് ലിസണേഴ്സിന്റെ വ്യൂവിൽ നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സംസാരിക്കാൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്ടീവ് എന്ന് പറയുന്നത്. മറ്റുള്ളവര് എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് സംസാരിക്കാൻ. മറ്റൊന്ന് പറയുന്നത്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സംസാരിക്കുക. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ വൈഡ് ആയിട്ടുള്ള റീഡിംഗ് വേണം. എപ്പോഴും നമുക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ലിസണിങ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. മറ്റുള്ളവര് എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താണ്. നമ്മൾ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്, ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ മീറ്റിംഗിലെ A to Z അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാൻ കഴിയുള്ളൂ അല്ലെ. അല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരെന്താണ് പറഞ്ഞത് നമുക്കറിയില്ല. അപ്പൊ അവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നമ്മുടെ ഒപ്പീനിയൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അത് ശരിയല്ല എന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻസോട് കൂടി പറയണം. അപ്പോഴേ അത് മറ്റുള്ളവർ എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, റീഡിംഗ്, വൈഡ് റീഡിംഗ് നമുക്ക് ആവശ്യമാണ്, പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്പ് സ്കിൽസ്. നമ്മുടെ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ പിന്നെ സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ അങ്ങനെ വരുത്താം. നമ്മുടെ വൊക്കാബുലറി, വേർഡ്സിന്റെ കളക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഒരുപാട് സ്കിൽസ് നമുക്ക് നേടിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കിട്ടുള്ളൂ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നുകൂടെ പറയുന്നു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ സ്കിൽസ് ആണ്. പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കിൽസ്, ഏകദേശം 10-12 സ്കിൽസ് നമ്മൾ പറഞ്ഞു.
കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ പ്രധാനപ്പെട്ട 5 സ്കിൽസ് ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഓർഗനൈസേഷൻ സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, ടീം വർക്ക്, വർക്ക് എത്തിക്, ഫ്ലെക്സിബിലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്കിൽസ് നമുക്ക് പ്രൊഫഷണൽ സ്കിൽസിന്റെ ഭാഗമായിട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ആണ് പറഞ്ഞത്. സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസും ഉണ്ട്. പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് സ്കിൽസ് ഓൾറെഡി ആൾക്ക് ഉണ്ടായിരിക്കും, സോഫ്റ്റ് സ്കിൽസുകളും അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഇത് സോഫ്റ്റ് സ്കിൽസിനെ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഓർഗനൈസേഷൻസും മാനേജ്മെന്റും ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് സ്കിൽസിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ സോഫ്റ്റ് സ്കിൽസ് ആ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനും അദ്ദേഹത്തിന്റെ ഇമേജും ഇംപ്രൂവ് ചെയ്യാൻ സാധിപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ സോഫ്റ്റ് സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രൊഫഷണൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സ്കിൽസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, അതുപോലെ ഏത് പ്രഷർ സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിരിക്കണം, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ ഒരിക്കലും അത് ഇമോഷണൽ ആവേണ്ട സമയത്ത് ഇമോഷണൽ ഒരിക്കലും അത് ഓവറായിട്ടും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗ്രോത്ത് മൈൻഡോട് കൂടിയിട്ടുള്ള ആളായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പ്രൊഫഷണൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പറഞ്ഞു, എന്താണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പറഞ്ഞു, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസും പറഞ്ഞു. വെർബൽ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഡിസ്കസ് ചെയ്യും. നല്ലൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ പറഞ്ഞു. വൈഡ് റീഡിംഗ്, പ്രിപ്പറേഷൻ, ലിസൺ കെയർഫുള്ളി, ബോഡി ലാംഗ്വേജ്, അതുപോലെ തിങ്ക് ഇൻ ടേംസ് ഓഫ് ബിസിനസ് പെർസ്പെക്ടീവ്, സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്, ഡെവലപ്പ് സ്കിൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.